ഖുർആൻ ഓതാതിരിക്കുക, ഖുർആൻ ശ്രദ്ധിക്കാതിരിക്കുക, അങ്ങനെ കുറെ പറഞ്ഞത്. അഞ്ചാമത്തെ കാര്യം മൂപ്പര് പറഞ്ഞു, ഖുർആൻ രോഗശമനത്തിന് ഉപയോഗിക്കാതിരിക്കുക. ഖുർആൻ അല്ലാഹു ശിഫയാക്കിയിട്ട് ഇറക്കലാണ്. മാനസികവും ശാരീരികവുമായ എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ് ഖുർആൻ ഓതലും ഓതി കേൾക്കലും ഒക്കെ. അത് അവഗണിച്ചുകൊണ്ട് ഖുർആനെ ശിഫ ആയിട്ട് ഉപയോഗിക്കാതിരിക്കലും ഖുർആൻ ഹജ്ർ ചെയ്യുന്നതിൽ ഒരു ഇനമാണ്. അത് സക്കരിയ പ്രബന്ധത്തിൽ എഴുതിയല്ലോ. നമുക്ക് ആ ഒന്നാമതും രണ്ടാമതും പറഞ്ഞ കാര്യത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കേണ്ടത്, ഖുർആൻ ശിഫയാണെന്നതിലേക്കല്ല. ഞാൻ പറഞ്ഞു എന്റെ പ്രബന്ധത്തിന്റെ വിഷയം അതായതുകൊണ്ട് എഴുതിയതാണ്. 1, 2, 3 നമ്മൾ എന്നും പറയുന്നതല്ലേ എന്ന് ഞാൻ. അത് മാത്രമാണ് പ്രബന്ധവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ആകെ അവിടെ ചർച്ചയ്ക്ക് വന്നത്. ഞാനിവിടെ ഹനീഫ് കാക്കടിയും മനസ്സും കൊടുത്ത പ്രബന്ധങ്ങൾ എടുക്കുന്നുണ്ട്. അതിലെല്ലാ അന്ധവിശ്വാസങ്ങളും അവരുടെ പ്രബന്ധത്തിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഞാനത് സീഡിയിട്ട് അവർ ചർച്ചയിലെടുത്ത് വായിച്ചപ്പോൾ പറഞ്ഞു, അതിന്റെ മുമ്പിൽ ഒരു പേജ് വെക്കാൻ മറന്നുപോയി. അതായത് പ്രബന്ധം വേറെ, ഞങ്ങൾ കൊടുത്ത റെഫറൻസ് ബുക്ക് വേറെ എന്ന് വ്യക്തമാക്കുന്ന ഒരു പേജ് ഉണ്ട്, അത് നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, സീഡിയിട്ട് അവരുടെ ഏവനോട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് തന്നതിൽ ഒരു പേജില്ല? എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോഴാണ് അവരൊരു പേജ് പിന്നെ ഉണ്ടാക്കുക. അപ്പൊ സുഹൃത്തുക്കൾ, അതൊക്കെ ഇൻഷാ അല്ലാഹ് ഞാനവിടെ വായിക്കുന്നുണ്ട്, വിട്ടുപോയാൽ നിങ്ങൾ പറയണം. പിന്നെ വിരലിലെണ്ണാവുന്ന ജമിയത്തുള്ളമയിലെ ആളുകളെ വിളിച്ചുകൊണ്ട് ആകെ നടന്ന 2 തവണയാണ് ചർച്ച. ഖതീബുമാരെയും ദായിമാരെയും വിളിച്ചിട്ട് ഒരൊറ്റ ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല എന്നത് എനിക്ക് കണ്ണന ഭയം കൂടാതെ പറയാൻ കഴിയും. ഞാൻ ജമിയത്തുള്ളമയിൽ 2003 മുതലുള്ള മെമ്പർ ആയതുകൊണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, CD ടവർ നടന്ന ഒരു ചർച്ച എന്തായിരുന്നു എന്നറിയോ? ദൗറയാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ദൗറ എന്ന് പറഞ്ഞാൽ പ്രത്യേക വിഷയം തിരഞ്ഞെടുക്കും, എല്ലാവരോടും വിഷയത്തിന്റെ ഓരോ വശങ്ങൾ പഠിച്ചു വരാൻ വേണ്ടി പറയും, എന്നിട്ട് എല്ലാവരും പഠിക്കും, ഓരോരുത്തർ അവതരിപ്പിക്കും, പിന്നീട് അത് ഒന്നിച്ച് ക്രോഡീകരിച്ച് അവതരിപ്പിക്കും. അങ്ങനെ ഈ വിഷയത്തിൽ ഒരു ദൗറ നടത്താൻ തീരുമാനിച്ചു. അതിന് കാരണം, ഒരു യോഗത്തിൽ വെച്ച് ഇതുവരെയും ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ചർച്ച വേണമെന്ന് ഹനീഫ് കായക്കൊടിയും അനസ് മുസ്ലിയാരും കത്ത് കൊടുത്തത്രേ. അത് ഞാനറിയില്ല. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച. ദൗറയല്ലേ, സാധാരണ ഞാൻ പോയി. പക്ഷെ ചെന്നു നോക്കുമ്പോ വാദപ്രതിവാദമാണ്. എന്നെ സംവാദമാണെന്ന് അറിയിച്ചിട്ടില്ല. എന്നോട് 2-3 ആളുകളെയും കൂടി വേണ്ടി സഹായത്തിന് കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്താ ഞങ്ങളെ 2 ആളെയും കൂട്ടി വാദപ്രതിവാദം നടത്തിക്കാനുള്ള പരിപാടിയാണോ? അതല്ല, നിങ്ങൾക്ക് ചർച്ച 2 കൂട്ടരും കാര്യമായി നടക്കണമെങ്കിൽ നിങ്ങൾ ഒരാൾ മാത്രമാകണ്ട, അവര് പ്രബന്ധത്തിന്റെ ആൾക്ക് 3-4 ആൾ ഉണ്ടാവുമല്ലോ, നിങ്ങളൊരു 3 ആളെ കൂട്ടിയ ചർച്ച ആരോഗ്യകരമാട്ടെ എന്നാണ് മദനി പറഞ്ഞത്. എന്നിട്ട് അന്ന് രാവിലെ ചെന്നപ്പോഴും ചോദിച്ചു, എന്താ ചർച്ച? പറപ്പൂര് ചോദിച്ചു, പറപ്പൂരിനോട് ഞങ്ങൾ ചോദിച്ചു, ഉള്ളിൽ പോയി ചോദിച്ചു, ഫൈസൽ മുസ. അപ്പോഴൊക്കെ സാധാരണ ദൗറ. പക്ഷെ സ്റ്റേജിലേക്ക് ടീപ്പിക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ആദ്യമായി വിഷയം അവതരിപ്പിക്കുന്ന ഹനീഫ് കായക്കൊടി 30 മിനിറ്റ്, പിന്നെ സക്കരിയ സലാഹി 30 മിനിറ്റ്, പിന്നെ 20 മിനിറ്റ്, പിന്നെ 5 മിനിറ്റ്, 10 മിനിറ്റ്, 10 മിനിറ്റ്. ഞാൻ ഞെട്ടിപ്പോയി. വിഷയം റുഖിയ ശർഇയ്യ, അതും ഞാനറിയില്ല. എന്നോട് ജിന്ന്, എന്താ സർ ചർച്ച? ജിന്ന്. ഞാൻ പറഞ്ഞു, ജിന്ന് എന്നൊരു വിഷയമുണ്ട്, അതൊരു വലിയ വിഷയമല്ലേ, എത്രയോ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട വിഷയമല്ലേ അത്. അതിന്റെ ഏത് വശമാണ് ചർച്ച? നമ്മളാകെ 2-3 മണിക്കൂർ ഉണ്ടാകുക. അതിലേത് ഭാഗം ഞാൻ നോക്കേണ്ടത്? ഓരോരുത്തരും നോക്കി വരലാണ് നമ്മുടെ രീതി. അപ്പൊ അതെന്താ വെച്ചാൽ അയാളോട് നേരത്തെ പറയാം റുഖിയ ശർഇയ്യാണ്, എന്നോട് പറയാതിരിക്കുക. ഇത്ര ഭീരുക്കളാണ്. എന്നിട്ട് ഞാൻ സ്റ്റേജ് കയറിയിട്ട് പറഞ്ഞു, ഇത് തനിച്ച വഞ്ചനയാണ് മദനി നിങ്ങൾ എന്നോട് കാണിച്ചത്. ഞാൻ പലപ്പോഴും പറഞ്ഞു, പരലോകം പ്രസംഗിക്കാൻ മാത്രമല്ല അല്ല, അത് ബോധപൂർവം പറയുന്നത് തന്നെയാണ്. കാരണം ഇതൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ വരൂല്ലേ, ഇത് വഞ്ചനയല്ലേ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് റുഖിയ ശർഇയ്യ ചർച്ച ചെയ്യണോ? ഞാനും ഹനീഫ് കായക്കൊടിയും വാദപ്രതിവാദം നടത്തിയിട്ട് അതിന്റെ വാഗ്വൈഭവം കേട്ടിട്ട് തീരുമാനിക്കേണ്ടവരല്ല എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത സഭയുടെ അംഗങ്ങളാണ്, ഫത്വ ബോർഡിന്റെ എക്സിക്യൂട്ടീവിന്റെ മെമ്പർമാരാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ഡേറ്റ് തീരുമാനിച്ചോ, എന്നിട്ട് വിഷയം വിഭജിച്ചു കൊടുക്ക്, എല്ലാവരും പഠിച്ചു വരട്ടെ. എല്ലാവരും ഇപ്പൊ എന്താ സക്കരിയ ഹനീഫിയും എത്ര പ്രത്യേകത, ഞങ്ങൾ പ്രബന്ധം തന്നോണ്ടാ? അങ്ങനെ ഞാൻ പറഞ്ഞു, പക്ഷെ അത് നടന്നില്ല. എന്നിട്ട് എന്റെ കയ്യിലൊന്നുമില്ല. റുഖിയ ശർഇയ്യ എന്ന് പറയുമ്പോ നമ്മുടെ സാധാരണ തവസ്സുൽ, ഇസ്തിഗാസ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നൊക്കെ നമ്മൾ സാധാരണ പ്രസംഗിക്കുന്ന വിഷയം പോലത്തെ ഒരു വിഷയമല്ല. പണ്ഡിതന്മാരുടെ ഫത്വകളും അത് സംബന്ധമായ വിമർശനങ്ങളും പ്രതിവിമർശനങ്ങളും അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിഷയാവതരണമാണ്. ഞാൻ അവർക്ക് ഫത്വകളും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. ഇവനെല്ലാം ഒക്കെ അടയാളം വെച്ച് കയറി വന്ന് ഉഷാറായിട്ട് എനിക്കെതിരിൽ അത് പ്രസംഗിച്ചു. അതിലൂടെ അബ്ദുറഹ്മാൻ സലഫി ഉദ്ദേശിച്ച് നടന്നു. ഞങ്ങളെ 2 ചേരിയാക്കുക എന്നത് അയാളുടെ കുറേ കാലത്തെ ആഗ്രഹമാണ്. തൗഹീദിനു വേണ്ടി വാദപ്രതിവാദവും ഖണ്ഡന പ്രസംഗവും നടത്തി ഐക്യത്തോടെ സ്നേഹത്തോടെ സഹകരിച്ചു പോകുന്ന ഞങ്ങളെ 2 ചേരിയാക്കിയിട്ട് ഒരു ചേരിയുടെ നേതൃത്വം അയാൾ ഏറ്റെടുക്കുക എന്നത് അയാളുടെ ദീർഘകാലമായ
ആഗ്രഹമാണ്. ഈ ദൗറ നടക്കുന്നതിൽ ഈ പറഞ്ഞ ചർച്ച അതിന്റെ ഒരു സാക്ഷാത്കാരമായി എന്റെ പ്രബന്ധം അവന്റെ പ്രബന്ധം എന്റെ പ്രബന്ധത്തിലുള്ള മറുപടിയാണ് എന്ന നിലക്കാണ് അനീഫ് കായക്കരി അവിടെ അവതരിപ്പിച്ചത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. വിഷയം ചർച്ചയ്ക്ക് വേണ്ടി ഞാനൊരു പ്രബന്ധം കൊടുത്തു, അവരൊരു പ്രബന്ധം കൊടുത്തു. രണ്ട് സ്വതന്ത്ര പ്രബന്ധങ്ങളാണ്. എന്റേത് അവർക്ക് മറുപടി, അവരുടെ എന്റെ മറുപടിയോ അല്ല. ജമിയത്തിലും അങ്ങനെ കണ്ടിട്ടുമില്ല. പക്ഷെ ചില ആളുകൾ അങ്ങനെയൊക്കെ അവരെ കാസർഗോഡൊക്കെ ഒന്ന് പ്രചരിപ്പിച്ചതാ. സക്കരിയ സലാഹിയുടെ പ്രബന്ധം തള്ളി, അനീഫിന്റെ പ്രബന്ധം എടുത്തു. അതിലുള്ള വിഷയങ്ങളൊക്കെ ഞാനിവിടെ ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ വായിച്ചു കേൾപ്പിക്കും. അങ്ങനെയാണ് സുഹൃത്തുക്കളെ ചർച്ച എന്ന് പറഞ്ഞ് നടത്തിയത്. പിന്നെ ഈ അടുത്ത് ഇലക്ഷൻ, ഏതാണ്ട് ജില്ലാ ഇലക്ഷനുകളൊക്കെ കഴിഞ്ഞ് സംസ്ഥാന ഇലക്ഷനോടടുത്ത് ഒരു ചർച്ച ദൗറ എന്നും പറഞ്ഞിട്ട്. അപ്പൊ എത്രയോ സമയം നമ്മൾ ആവശ്യപ്പെട്ടതാണ് ചർച്ച നടത്തണം. അന്നൊന്നും ചർച്ച അനുവദിക്കാതെ ദൗറ എന്നും പറഞ്ഞിട്ട് എന്താ ചർച്ച? യാ ഇബാദല്ലാഹി, അള്ളാഹിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയാൻ നിർദ്ദേശിക്കുന്ന ഒരു റിപ്പോർട്ട്. മുനീർ മദനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷയം അവതരിപ്പിക്കണം. ഞാൻ വിഷയം അവതരിപ്പിക്കൂല. ഞാനിട്ട് എന്താ അത് ബന്ധം? അത് എന്നെ ചാർജ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഞാൻ എന്റെ ആളാന്ന് വരുത്താൻ എനിക്ക് മനസ്സിലായി. ഞാൻ വരുന്നില്ല. മാത്രല്ല, അത് നാട്ടിലാകെ KJU യോഗത്തിൽ പ്രചരിപ്പിച്ച് ഒരു കൂട്ടർ ശിർക്കിലേക്ക് പോയി എന്നും പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചടക്കി. അത് കഴിഞ്ഞിട്ടാ പിന്നെ ചർച്ച. പിന്നെന്താ ചർച്ചക്ക് വല്ല ആത്മാർത്ഥതയുണ്ടോ? അപ്പൊ ഇനിയായ ചർച്ച അല്ല, അധികാരം പിടിച്ചെടുത്തിട്ട് അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ചർച്ച. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണിച്ച മുഴുവൻ തോന്നിയാസങ്ങളും സംഘടന ശിർക്കിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ആദർശ സ്നേഹിയായ അബ്ദുറഹ്മാൻ സലഫി നടത്തിയ തെളിഞ്ഞ യുദ്ധത്തിന്റെ തെളിവാണെന്ന് പറയാനുള്ള ചർച്ച, കള്ള ചർച്ച. അബൂബക്കർ സലഫി വെച്ചപ്പോ അദ്ദേഹം എന്തിനാണ് ചർച്ച? എല്ലാ അധികാരം പിടിച്ചത് ആ ഒരു ഹദീസും വെച്ചിട്ട് എല്ലാം ശിർക്കിലേക്ക് പോയി. ഇനി എന്തിനാ ചർച്ച? ആ ചർച്ചയും അന്ന് രാവിലെ അതിന് രണ്ടാമത്തെ ദിവസം ഞാൻ ഗൾഫിലാണ്. ഞാൻ വിളിച്ചു അനീഫ് കായക്കൊടിയോട് പറഞ്ഞു, അനീഫ, നമ്മൾ കുറച്ച് വെണ്ണയുണ്ടാവുന്ന ആളുകൾ ഈ കണ്ണന പ്രസംഗത്തിനും ദാവത്തിലും ഒക്കെ ഉള്ളൂ. നമ്മൾ ഭിന്നിക്കരുത്. നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ ഈ ഹദീസിനെ പറ്റിയും ഈ വിഷയത്തെ പറ്റി എന്തൊരു നിലപാടാണ്, അതിനപ്പുറത്തൊരു നിലപാട് നമ്മൾ കേരളത്തിൽ 4 ആൾ മാത്രം സ്വീകരിക്കരുത്. അതുകൊണ്ട് അത് പറഞ്ഞ് നിങ്ങൾ ഫിത്ന ഉണ്ടാക്കരുത്. ആ നിലപാടിലല്ലാതെ നമുക്കൊന്നും നിൽക്കാൻ കഴിയൂല. അങ്ങനത്തെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്, പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അബ്ദുറഹ്മാൻ സലഫിയുടെ വഴിവിട്ട സ്വാധീനങ്ങൾക്ക് വഴങ്ങി അനീഫ സുല്ലമി എന്ത് ചെയ്തു? അതിൽ തർക്കമില്ലാത്ത വിഷയങ്ങൾക്ക് ഒരുപാട് തെളിവ്. ഇസ്തിആദത്ത്, ഇസ്തിആനത്ത് തുടങ്ങിയ സഹായാർത്ഥന, അഭയാർത്ഥന എന്ന അർത്ഥത്തിൽ, പ്രാർത്ഥനയുടെ അർത്ഥത്തിൽ വരുന്ന ഇസ്തിആദത്തും ഇസ്തിആനത്തും മുജാഹിദുകൾക്കിടയിൽ തർക്കമില്ല. അത് മനുഷ്യനോടും പാടില്ല, മലക്കിനോടും പാടില്ല, ജിന്നിനോടും പാടില്ല. അതിന് കുറേ തെളിവ്. തർക്കമില്ലാത്തതിന് എന്തിനാ കുറേ തെളിവ്? എല്ലാവർക്കും അറിയുന്ന ഇബാദത്താകുന്ന ഇസ്തിആനത്ത്, ഇബാദത്താകുന്ന ഇസ്തിആദത്ത് അത് ശരിയല്ല, ശിർക്കാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് കുറേ തെളിവ്. എന്നിട്ട് പിന്നെ തർക്കമുള്ളതിനാകെ ഒരു ഇബാദത്ത് മാത്രം. ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ടാണ് അവര് പ്രബന്ധം കൊടുത്തത്. ആ പ്രബന്ധത്തിൽ പോലും യാ ഇബാദല്ലാഹി ഹദീസിനെ സംബന്ധിച്ചുള്ള നിലപാട് ഇതുവരെയുള്ള സലഫി ലോകത്തിന്റെ നിലപാടാണ് മിക്കവാറും എഴുതിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ചർച്ച നടന്നിട്ടേ ഇല്ല. ഇപ്പോ എല്ലാവർക്കും എന്താ, അന്ന് ഞാൻ പറഞ്ഞു 2 പ്രബന്ധം എല്ലാവർക്കും കൊടുക്കും ജമിയത്തിലെ മെമ്പർമാർക്ക്. അവരൊക്കെ വിഷയം പഠിക്കട്ടെ. ഞങ്ങൾ ഈ പ്രബന്ധം ആരെ കണ്ടിട്ടുള്ളൂ അറിയോ? KNM, KJN പ്രസിഡന്റ് സെക്രട്ടറിമാരും ഫത്വ ബോർഡും 5 ആള് മാത്രം. എന്താ ഇങ്ങനെ പൂഴ്ത്തി വെക്കട്ടെ? അപ്പൊ മടവൂരികളുമായി ഉണ്ടായ ചർച്ചന്റെ പ്രബന്ധം എല്ലാ സാധാരണക്കാർക്കും കിട്ടിയില്ലേ? ആദ്യം നമ്മൾ പ്രബന്ധം കൊടുത്തു, അവര് പ്രബന്ധം തന്നു. പിന്നെ അവരുടെ പ്രബന്ധത്തിന് നമ്മൾ മറുപടി, നമ്മുടെ പ്രബന്ധത്തിന് അവർ മറുപടി, ഗണ്ണന പ്രബന്ധം. പിന്നെ ജമിയത്തിന് മുമ്പിൽ വെച്ച് നമ്മൾ ചർച്ച, കാസറ്റ് വരെ എല്ലാവരും കേട്ടതല്ലേ? ഇതെന്തത്ര പൂഴ്ത്തി വെക്കേണ്ട കാര്യം? ഞാൻ പല സ്റ്റേജുകളിലും ചോദിച്ചു, എന്താ കേരളത്തിൽ മാത്രമേ ജിന്നും സീറും ഇത്ര വലിയ കീറാമുട്ടി? ഇവിടെ മാത്രമല്ലത്, അത് ലോകത്തെ എല്ലാ സ്ഥലത്തുള്ള വിഷയം. അവിടെ നിന്നൊരു കീറാമുട്ടിയിട്ടില്ലല്ലോ. കാരണം എന്താ, ഇവിടെ പല ആളുകൾക്കും പല ഹദീസും ദഹിച്ചിട്ടില്ല. ഇപ്പൊ ഇവര് പറയണ്ട്, ഞങ്ങൾ ശിർക്കാരോപിക്കാൻ വേണ്ടി അല്ല ഇത് പറയുന്നത്. റുഖ്യ ശർഇയ്യ നടത്തിയിട്ട് ജിന്നിനോട് സഹായം തേടാൻ ചില ആളുകൾക്കൂടെ പരിപാടിയുണ്ട്. അവിടേക്ക് കൊണ്ടുപോകാനാണ് ഈ ദറീഫായ ഹദീസ് കൊണ്ടുവരുന്നത്. ആരാ കൊണ്ടുവന്നതുപോലെ തന്നെ റുഖ്യ പൊളിക്കലാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പൊ റുഖ്യ ശർഇയ്യ ഉണ്ട് എന്ന് പറയും ചെയ്യുന്ന ഫലത്തിൽ അത് ഉണ്ടാവുകയും ചെയ്യരുത്. അവിടേക്കാണല്ലോ ഇപ്പൊ എത്തിയത്. ജിന്നുബാധുണ്ട്, സിഹിർബാധുണ്ട്. പക്ഷെ റസൂലുള്ളാഹിക്ക് മാത്രമേ തിരിച്ചറിയുള്ളൂ, ചികിത്സയോ നബിക്ക് മാത്രം. എന്നാ പിന്നെ എന്തിനത് ഉണ്ട് എന്ന് പറഞ്ഞത് നല്ല അറിഞ്ഞാൽ പോലെ. അതാ ഹുസൈൻ മടവൂരിനോട് പറഞ്ഞു 10 കൊല്ലം മുമ്പ് പറഞ്ഞ, സക്കരിയ ജിന്നുബാധുണ്ട്, സിഹിർബാധുണ്ട്, പക്ഷെ ഞാൻ ചികിത്സിക്കുന്നുണ്ടോ, നീ ചികിത്സിക്കുന്നുണ്ടോ? ചികിത്സിക്കാത്തടത്തോളം കാലം ഇത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മൂല്യമാരും തങ്ങന്മാരും എത്തിക്ക് തിരിച്ചു പോകും. കാരണം ആശുപത്രി പോയാൽ മാറൂലെന്ന് ഉറപ്പാണല്ലോ.
അപ്പൊ അതുകൊണ്ട് നമ്മൾ ചികിത്സിക്കുന്നില്ലേ, നമ്മൾ ഇല്ല എന്ന് പറയലാണ് സൗകര്യം. ആര് പറയാ? സാക്ഷാൽ ഹുസൈൻ മടവൂര് പറയാണ്. അത് മൂപ്പര് പൊളിറ്റിക്സ് ആണ്. മൂപ്പര് ആളുകൾക്ക് ഇതൊന്നും ദഹിക്കൂല. മൂപ്പർക്ക് നേതാവാകണമെങ്കിൽ അഖലാനികൾ കൂടെ വേണേനും. മനസ്സിലായില്ലേ? അതേ പൊളിറ്റിക്സ് അപ്പൊ ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു പ്രമാണത്തിന്റെ പരിവേഷം കൂടി ഉണ്ടാക്കി. ജിന്നുബാധയും സിഹുർബാധയും വഹിയുള്ള നബിക്ക് മാത്രമേ തിരിച്ചറിയുള്ളൂ. അപ്പൊ ഇന്ന് നബി ഉണ്ടോ? ഇല്ല. വഹിയുണ്ടോ? ഇല്ല. അപ്പൊ ഇന്ന് ജിന്നു ബാധിച്ചോട് കുത്തിരിക്കുക, ക്ഷമിച്ചോളുക. ജിന്നുബാധ നമുക്ക് തിരിയൂല. അപ്പൊ പിന്നെ രാമകൃഷ്ണന്റെ ഗുളികയും വിളിച്ച് വണ്ണം വെച്ച് തന്നെ നടക്കാം. റുക്കിയല്ലാന്ന് റുക്കിയ എന്ന പ്രാർത്ഥന ഖലാസ്. ഈ രീതിയിലുള്ള തനിച്ച അട്ടിമറി നടത്താൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ വിഷയം വലിച്ചിട്ടത്. അല്ലെങ്കിൽ 2011 2007 ഏപ്രിൽ എഴുതിയ കാര്യം ശിർക്കാണെന്ന് പ്രഖ്യാപിക്കുന്നപ്പോഴാ 2011 ജൂൺ മുതൽക്ക്. കണ്ടോ? അന്ന് മുതൽക്ക് അന്ന് പരസ്യമായിട്ട് വന്നിട്ടില്ല. പരസ്യമായിട്ട് വന്ന് 2012 കുറേശ്ശെ ഇങ്ങനെ ശിർക്ക് ചെയ്യുന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേശ്ശെ തുടങ്ങി. ഇപ്പൊ പറയുന്നത് 6 കൊല്ലമായിട്ട് സക്കരിയ സലാഹി ശിർക്കിലാണ്. ഞങ്ങൾ ഉള്ളിൽ ഒരുപാട് നോക്കി, ഇനി പുറത്തു പറയാണ്. എന്നാ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടോളി. ഈ അടുത്ത് 8 മാസം മുമ്പ് എന്റെ സുഹൃത്ത് അനസ് എവിടെ പോയി? ബഹ്റൈനിൽ പോയി. ഒരു AP സുന്നിക്കാരൻ പറഞ്ഞു, നിങ്ങളെ സക്കരിയ സലാഹി പല പ്രസംഗത്തിലും പൊട്ടന്മാരെ എന്ന് വിളിച്ചിട്ട്, മടവൂരികളെ എന്ന് വിളിച്ചിട്ട് ജിന്നോട് സഹായം തേടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഇസ്തിഗാസ എന്നുള്ള വിഷയത്തിൽ ഇവിടെ മുഖാമുഖം നടത്തുക എന്ന് ചോദിച്ചു. എന്റെ സഹോദരൻ അനസ് വളരെ സത്യസന്ധമായി അതിന്റെ മറുപടി പറയാണ്. ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിക്കുന്ന ക്ലിപ്പ് അതാണ്. ആരായിരുന്നു അനസ് എന്ന് നിങ്ങൾ നോക്കിക്കോളി. 8 മാസം മുമ്പ് ബഹുമാന്യനായ സക്കരിയ സലാഹി പറയുന്നത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റും എന്നാണ്. അപ്പോൾ ഈ ശിർക്ക് ചെയ്യുന്ന ഒരു സക്കരിയ സലാഹി സംഘടനയിൽ ഉണ്ടായിരിക്കെ തൗഹീദും ശിർക്കും എന്നുള്ള ഒരു ബാനറിൽ നമ്മൾ സംസാരിക്കുന്നതിൽ ഇത്രമാത്രം ഉചിതമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അടുത്ത ഒരു ചോദ്യം. ചില സന്ദർഭത്തില് ചിലത് അള്ളാഹ് പറയിക്കല. നിങ്ങൾ ഒരു കളവാണ് പറഞ്ഞത്, സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞു. സക്കരിയ സലാഹി ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു, താങ്കൾക്ക് അങ്ങനെ വാദമുണ്ടോ? അങ്ങനെ വാദമുണ്ട് എന്നാ സക്കരിയ സലാഹി പറയണമെങ്കിൽ ഈ മൈക്ക് സക്കരിയ സലാഹിയുടെ നേരെയായിരിക്കും തിരിച്ചു വെക്കുക. ഇനി അങ്ങനെ ഒരു വാദം ആര് പറഞ്ഞാലും അവരുടെ നേരെ മൈക്ക് തിരിച്ചു വെക്കുക. അതുകൊണ്ട് ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ച ആ സുഹൃത്തിനോട് ഞങ്ങൾക്ക് വളരെ മാന്യമായി പറയാനുള്ളത്, സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. അങ്ങനെ സക്കരിയ സലാഹിക്ക് വാദമുണ്ട്, ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്നാണ്. അതിനുള്ള തെളിവ് അദ്ദേഹം ഉന്നയിക്കട്ടെ. മറ്റൊരു കളവ് കൂടി, ഞാൻ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞോ? ആയിക്കോട്ടെ. ജിന്നിനോട് സഹായം തേടാം എന്ന വാദമുള്ള ആളാണ് സക്കരിയ സലാഹി. ഒരുപാട് പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. പറഞ്ഞിട്ടില്ല സഹായം ചോദിക്കുന്നത് പൊട്ടന്മാരെ, അത് തൗഹീദിന് പുറത്തല്ല എന്ന് മടവൂരികളെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്ന പ്രസംഗം ഒരുപാട് വീണയിലുണ്ട്. വേണ്ടെങ്കിൽ ഇവിടെ വിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ അതിന്റെ തെളിവ് വായിക്കാം. പുസ്തകത്തിൽ നിന്നല്ല, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തേക്ക് ചാടിയ പോലെ. സക്കരിയ സലാഹി അത് പറഞ്ഞു എന്ന്. സക്കരിയ സലാഹി പറഞ്ഞു, ഹാത്തു ബുർഹാനക്കും തെളിവ് താന്നാ ചോദിച്ചത്. സക്കരിയ സലാഹി പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ പ്രസംഗം പോയിട്ട് പ്രസംഗിച്ചിട്ട് അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹത്തെ പ്രസംഗത്തിന് എന്നെ വിളിക്കരുത് എന്ന് പോലും പറഞ്ഞത് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിപ്പ് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. അത് വെറുതെ സദസ്സിൽ വെറുതെ ഒരു മോശമായ രീതിയിൽ നിങ്ങൾ ആക്കണോ എന്നുള്ള രീതിയിലാണ് ഞാനിത് കേൾപ്പിക്കാൻ തയ്യാറാകാത്തത് എന്നും ഞാൻ പറയുകയാണ്. സക്കരിയ സലാഹി പറഞ്ഞു എന്നുള്ളതിനാ തെളിവ് വേണ്ടത്. സക്കരിയ സലാഹി പ്രസംഗിച്ചിട്ട് അവനെ പ്രസംഗിക്കാൻ ക്ഷണിക്കരുത് എന്ന് അബ്ദുൽ ഖാദർ മൗലവി, അതായത് നിങ്ങളുടെ സെക്രട്ടറി ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലും കേൾപ്പിക്കാൻ എനിക്ക് കഴിയും എന്നാണ് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞോ ഇല്ലയോ എന്നല്ല, സക്കരിയ സലാഹി പ്രസംഗിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി എവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞുതരാം, അവിടെ എനിക്ക് വിഷമിക്കണ്ട. ഇനി അതല്ല, അതാ വെച്ചാല് നമ്മുടെ സാധാരണ ചില ആളുടെ മുഖാമത്തിൽ ഒരു എര കിട്ടിയാൽ അങ്ങോട്ട് കൊളുത്തി വലിക്കല. അതറിയാത്തോണ്ടല്ല നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ അദ്ദേഹത്തെ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു അദ്ദേഹം വേറൊരു ട്രെയിനിങ്ങിലേക്ക് പോവാണ്. ആയിക്കോട്ടെ,
ഇതിപ്പോ വാല് പൊക്കുമ്പോൾ അറിയാം ഇതെന്തിനായി പോണത് എന്നുള്ള വിവരം നമുക്കറിയാം. അപ്പോ നാട് നീളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയിട്ടോ അല്ലാതെയോ ആണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിന് സക്കറിയ സലാഹി ജിന്നൊന്നുമല്ല വിഷയം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ആ വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ പല പ്രസംഗങ്ങളിലും ഉള്ളത് അത് സക്കറിയ സലാഹി പറഞ്ഞത് എന്താണ് എന്ന് അതിന്റെ പൂർണ്ണരൂപത്തിൽ കേൾക്കാതെ മനസ്സിലാക്കാതെ ആ വാദമുണ്ട് എന്ന് വരുത്തിയിട്ട് ആ രൂപത്തിൽ വിഷയം കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല. ഇനി സക്കറിയ സലാഹി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ വാദമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് വാദമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ പിന്നെ എന്താ? പിന്നെ ആർക്കാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജിന്നോട് പ്രാർത്ഥിക്കുന്ന ആളാണ് വരുത്തി തീർക്കേണ്ടത്? ആ ദുർമോഹം മനസ്സിൽ വെച്ചാൽ മതി. ആ ദുർമോഹം വേണ്ടതില്ല. അവിടെ ഇരിക്കൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ദുർമോഹം വേണ്ടതില്ല. നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? സക്കറിയ സലാഹി പറഞ്ഞു എന്നാണോ? സക്കറിയ സലാഹി പറഞ്ഞിട്ടില്ല. സക്കറിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കറിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്. മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കറിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 കൊടുത്തിൽ ഈ 5 മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താ അറിയോ? അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം. നിങ്ങള് പച്ച നോണ അച്ചടിച്ചു വിടുക ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട്. സക്കറിയ സലാഹിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ വാദം തെറ്റാണ് എന്ന് ഞാൻ തെളിയിച്ചു തന്നു. സക്കറിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല എന്ന് സക്കറിയ സലാഹി തന്നെ പറയുന്നത് കേൾപ്പിച്ചു തന്നു. കണ്ടോ? 8 മാസം മുമ്പ് എന്റെ സഹോദരൻ അനസ് പറഞ്ഞതാണ്. ഇതൊക്കെ ഇപ്പൊ മൂപ്പർക്കുള്ള മറുപടിയാ. സക്കറിയ സലാഹിയെ പറ്റി ചില കേന്ദ്രങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വിശ്വസിച്ച് തെറ്റിദ്ധാരണയിലാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് അങ്ങനെ വാദമില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ഇവിടെ എന്താ പ്രശ്നം? അതൊക്കെ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളതാ. പിന്നെയോ, നിങ്ങൾക്ക് സക്കറിയ സലാഹിയും ജിന്നൊന്നല്ല വിഷയം, നിങ്ങൾക്ക് വേറെ ചില വിഷയമാണ്. ആ വിഷയത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും. അതൊക്കെ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പറയാനുള്ളതാ. മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ അങ്ങനൊന്നില്ല, എനിക്കങ്ങനെ ഒരു വാദമില്ല എന്ന് എന്റെ സഹോദരൻ അനസ് പറയാണ്. മാത്രല്ല 2009 8-ാം മാസം 2/8/2009 തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഒരു മുഖാമുഖത്തിൽ അദ്ദേഹം പറയാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരൊറ്റ പണ്ഡിതനും അങ്ങനെ ഒരു വാദമില്ല. ഉണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ മടവൂരികളെ നിങ്ങൾക്കെതിരെ ഞാൻ സ്റ്റേജിൽ കയറൂല. 2009 പറഞ്ഞത്. ഇവിടെ പറഞ്ഞെന്താ? 6 കൊല്ലമായിട്ട് ഞാൻ ശിർക്കിലാണ്. അത് തിരുത്താൻ 23 നടപടിക്രമങ്ങൾ. അണ്ട നാണ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. കാണിച്ചു കൊടുക്കുമ്പോൾ ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ്. ധരിച്ച് കോട്ടിവാട്ടി അത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചില ആളുകൾ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. 1000 കുതിരശക്തിയോടെ അത്തരം വാദമുന്നയിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ അല്ലാത്തവരോട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു വാചകം കാണിച്ചു തന്നാൽ വ്യക്തിപരമായി ഞാൻ ഇനി ഒരിക്കലും മടവൂരികൾക്കെതിരെ സംസാരിക്കുകയില്ല എന്നീ സമയത്ത് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഏതായാലും മുഖാമുഖമുള്ളത് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉദ്ധരണി തെളിയിക്കാൻ സമർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ അവർ സമർത്ഥിച്ചു കൊള്ളണം, പറഞ്ഞുകൊള്ളണം. ഞങ്ങളൊക്കെ അങ്ങ് പോയിട്ട്. അപ്പോ 2009 8-ാം മാസത്തിൽ മൂപ്പര് വെല്ലുവിളിക്കാണ്. 1000 കുതിരശക്തിയിൽ വെല്ലുവിളിക്കാണ്. ഒരൊറ്റ പണ്ഡിതനെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മടവൂരികളെ നിങ്ങൾ തെളിയിച്ചാൽ, മടവൂരികൾക്കെതിരെ മുഖാമുഖം നടത്താണ്, അവിടെ ഇരിക്കുന്നുണ്ട് ചോദ്യം ചോദിക്കാൻ, ഇവിടെ വെച്ച് നിങ്ങൾ തെളിയിച്ചു കൊള്ളണം. അങ്ങനെ തെളിയിച്ചാൽ നിങ്ങൾക്കെതിരെ ഞാൻ സ്റ്റേജിൽ കയറൂല. ഇനിയിപ്പോ ഏതായാലും നിങ്ങൾക്ക് സ്റ്റേജിൽ കയറാൻ കഴിയൂല, രണ്ടും ഒന്നായല്ലപ്പോ. ഇനിയിപ്പോ സ്റ്റേജിൽ കയറേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി നിങ്ങളെ ക്ലിപ്പെടുത്ത നിങ്ങൾ അടിക്കാൻ തുടങ്ങും. ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞ മടവൂരികള് അവരിപ്പോ തുടങ്ങിയെന്താ അറിയോ? നവയാഥാസ്ഥികതയുടെ ഒരു പതിറ്റാണ്ട്. ഇവർക്ക് നവോത്ഥാനത്തിന്റെ 4 മാസം ഇവര് പുതിയ ക്യാമ്പയിൻ അതപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തിരുത്തിയതിനു ശേഷമുള്ള പുതിയ തൗഹീദ്. ഇനി കേട്ടോ, നിങ്ങള് പയ്യന്നൂരിൽ വെച്ചൊരു മുഖാമുഖം നടന്നു 2011-ലാണ് അല്ലേ? അന്ന് അത്രയും സെൽഫി പറഞ്ഞ കേട്ടോളൂ.
ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് എന്ന് നോട്ടീസ് എഴുതി പ്രസംഗിച്ച് നാടുനീളെ നടക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ന് സംശയലേശമന്യേ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയും അനാവശ്യമായി അത്തരം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരു പദം എന്ന് പറഞ്ഞ് അത്തരം ദുർവ്യാഖ്യാനങ്ങളുമായി നടക്കേണ്ടതില്ല. അപ്പൊ കൽപ്പിച്ചു കൂട്ടി 2011 ഇലക്ഷനോടനുബന്ധിച്ച് നിങ്ങൾ അത് വായിട്ടെടുത്തു. മടവൂരികൾ ചവച്ചു തുപ്പിയ ഛർദിച്ചു കൂട്ടിയത് വാരിയെടുത്തിട്ട് അനസും ഹനീഫയും ജമിയത്തിന്റെ പേരിൽ, കേരള നദുവത്തുൽ മുജാഹിദിന്റെ പേരിൽ പ്രവർത്തകന്റെ മേൽ ശിർക്ക് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. നാണം കെട്ടില്ലേ നിങ്ങളിപ്പോ? എന്താ 2012 ഈ പുതിയ തൗഹീദ് കൊണ്ട് ഉണ്ടായത്? ഖുറാഫികളുടെ മുമ്പിൽ നാണം കെട്ടു, മടവൂരികളുടെ മുമ്പിൽ നാണം കെട്ടു. മടവൂരികൾ പറയാണ്, ഞങ്ങൾ ഇത്ര കാലം ഞങ്ങൾക്കെതിരിൽ എന്തൊക്കെ പറഞ്ഞു. ഞങ്ങൾ 2002 പറയുന്നതാണ് ഇത് അന്ധവിശ്വാസത്തിലേക്കാണ് പോകുന്നത്. ഈ സലഫി മൻഹജ് എന്ന് പറഞ്ഞ ഒരു മൂർഖം പാമ്പാണെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സലഫി മൻഹജ് യഥാർത്ഥ ആദർശമാണെന്ന് പറയുന്ന നമ്മളും അത് മൂർഖം പാമ്പാണെന്നും അപകടമാണെന്നും അത് ഗൾഫ് ഇറക്കുമതിയാണെന്നും അതിലുള്ള അപകടം വളരെ വലുതാണെന്നും അത് പുതിയ മദ്ഹബാണെന്നും പുതിയ ചിന്താധാരയാണെന്നും ഒക്കെ പറഞ്ഞ് പരിഹസിച്ച മടവൂരികൾ, അവരും നമ്മളും തമ്മിലുള്ള ആദർശ സംഘട്ടനമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അനസ് മുസ്ലിയാർ പറയാണ്, എനിക്കിനിപ്പോ മറുപടി അറിയാൻ പോകാനുള്ള പെട്ടി, തെളിവുകളും ബുക്കൊക്കെ എടുത്ത പെട്ടി ഉണ്ടല്ലോ, സുന്നികൾക്ക് ഒരു പെട്ടി, ജമാഅത്തുകാർക്ക് ഒരു പെട്ടി, മടവൂരികൾക്ക് ഒരു പെട്ടി, ഇനിയിപ്പോ ജിന്നൂരികൾക്ക് ഒരു പെട്ടി കൂടി ഉണ്ടാക്കണം. ഞങ്ങൾക്ക് ഒരു പെട്ടി കുറഞ്ഞു, കാരണം മടവൂരികൾക്കും പെരുക്കുടിഞ്ഞ് ഒരു മറുപടി ഉണ്ടായി. എനിക്കൊക്കെ ഇനിയിപ്പോ ഒരു പെട്ടി കുറവാണ്. കണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് വാസ്തവം. ഇത് രണ്ടും കൂടി ഒന്നാക്കാനുള്ള ശ്രമമാണ്. 2007 ഏപ്രിൽ എഴുതിയിട്ട് 2008 ജനുവരിയിലാണ് അതിൽ തിരുത്തു വന്നത് എന്നാണ്. യഥാർത്ഥത്തിലെ തിരുത്തല്ല, അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയതിനെ വിശദീകരിക്കുക ചെയ്തത്. ജിന്നുകളോടും മലക്കളോടും സഹായം ചോദിക്കാമെന്നോ പ്രാർത്ഥിക്കാമെന്നോ ലേഖകൻ ഉദ്ദേശിച്ചിട്ടില്ല. മദ്യപിക്കുന്നത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കാമെന്ന് വ്യാഖ്യാനിക്കുന്നത് പോലെയാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വിശദീകരിച്ചതാ. പക്ഷെ അബ്ദുറഹ്മാൻ സലഫി എനിക്കെതിലുള്ള കുറ്റപത്രത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയോ? അബ്ദുറഹ്മാൻ സലഫിയും അനസും ഒക്കെ പോയിട്ട് അബ്ദുൽ ജബ്ബാർ മൗലവിയോട് തിരുത്താൻ പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, എനിക്കത് ശിർക്കാന്ന് ബോധ്യപ്പെട്ടിട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ എന്താ എഴുതിക്കോളി, ഞാനും തിരുത്തൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് രണ്ടാൾക്കും ബോധ്യമായി ഉറപ്പാണല്ലോ. അനസ് മുസ്ലിയാർക്കും അബ്ദുറഹ്മാൻ സലഫിക്ക് ശിർക്കാന്ന് ബോധ്യമായി. എന്നിട്ട് 5 കൊല്ലം അവർ ന്യായീകരിച്ചു, ശിർക്കല്ല. ഇപ്പൊ പറയാണ് ഞങ്ങൾക്ക് അന്ന് തന്നെ ബോധ്യം ഉണ്ടായിരുന്നു. എന്നിട്ടോ 5 കൊല്ലം ഈ നാട്ടുകാരങ്ങൾ പറ്റിക്കായിരുന്നോ? ഈ ശിർക്ക് നിങ്ങൾ കൂട്ടു നിൽക്കായിരുന്നോ? എന്നാൽ സുഹൃത്തുക്കളെ, ബഹ്റൈനിൽ വെച്ച് ചോദിച്ചു ഈ AP സുന്നിക്കാരൻ, എന്റെ പേരിൽ പച്ചക്കളവ് പറഞ്ഞില്ലേ, പൊട്ടന്മാരെ എന്ന് വെച്ച് ഞാൻ കുറെ പറഞ്ഞാണ്, കാന്തസുന്നിയല്ലേ? ആ കാന്തസുന്നിക്കാരൻ ചോദിച്ച് 2007 എഴുതിയിട്ട് ഏപ്രിൽ എഴുതിയിട്ട് 2008 ജനുവരി എന്തെങ്ങൾ തിരുത്തിയില്ലാന്ന്, തിരുത്തി കൊടുത്തില്ല. അപ്പൊ അനസ് മൗലവി പറയാം, അത് തിരുത്തല്ല, അത് വിശദീകരണമാണ്. അവിടെ നിൽക്ക് ഇവര് കൊളുത്തി വലിക്കാനല്ലേ, ഇപ്പൊ ഇവര് കൊളുത്തി വലിക്കുക. ഇപ്പൊ നമ്മൾ ഇവിടെ കാതറിനെ കൊളുത്തി വലിച്ചു എന്ന് കേട്ടു. ഇപ്പൊ മൂപ്പര് കൊളുത്തി വലിക്കല ഇരിക്കട്ടെ. അങ്ങനെ മൂപ്പര് പറയാണ് അത് തിരുത്തല്ല. അബ്ദുറഹ്മാൻ സലഫി എനിക്കെതിരെ കുറ്റപത്രത്തിൽ പറഞ്ഞതോ 5-8 മാസം വെച്ച് താമസിപ്പിച്ചു. ഇവിടെ അനസ് കുറ്റപത്രം വിശദീകരിച്ചപ്പോ കുറ്റപത്രം 1 by 1 വായിച്ചില്ല. വായിക്കാൻ ധൈര്യം കിട്ടൂല. കാരണം എന്താ? അതിൽ ഈജാദിയൊക്കെ ഉണ്ട്. സക്കരിയ സലാഹിക്ക് അല്ല, അബ്ദുൽ ജബ്ബാർ മൗലവി ലേഖനം എഴുതിയിട്ട് അതിനെതിലൊരു കുറിപ്പ് കൊടുത്തിട്ട് അത് വെച്ച് താമസിപ്പിച്ചു. ഒന്നിനു മുമ്പ് എങ്ങനെയാണ്? ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. കണ്ടോ, 8 മാസം ജനുവരിയിലാണ് കൊടുത്തത്. വാസ്തവത്തിൽ അത് വന്ന് ആളുകൾക്കിടയിൽ ചർച്ചയായി. പിന്നെ ഒരു ജബ്ബാറിന്റെ അടുത്ത് വന്നു, പിന്നെയും കൂടിയാലോചിച്ചു, തിരുത്തോ അല്ലെങ്കിൽ വിശദീകരണോ എന്തോ ആകട്ടെ, അത് എഴുതിയിട്ട് അനസ് മുസ്ലിയാർ കയ്യിൽ വെച്ചു. നിങ്ങൾ ഇന്നും അതിന്റെ എഡിറ്ററായ അബ്ദുൽ ഖാദർ കരുമ്പലിനെ വിളിച്ച് ചോദിച്ചു നോക്കൂ. ഡിസംബറിൽ ഞങ്ങൾക്ക് കിട്ടി, ജനുവരിയിൽ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷെ അത് എന്റെ കുറ്റപത്രമായിട്ട് 8 മാസത്തോളം വെച്ച് താമസിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ മീറ്റിംഗിൽ ഇയാൾ പറഞ്ഞ എന്താണെന്നറിയോ? 8 മാസം വെച്ചു, 5-8 മാസം കഴിഞ്ഞിട്ടാ കൊടുത്തത്. അങ്ങനെയാണല്ലോ ഇപ്പോ, ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നൊരു താങ്ങ്. എന്നാൽ അനസ് മുസ്ലിയാർ പറഞ്ഞ കേട്ടോളി ബഹ്റൈനിൽ എന്താ പറയുക? അത് ഞാൻ ചോദിക്കണത്, 2007 എഴുതിയിട്ട് 2008 തിരുത്താൻ, അല്ലാതെ 2006 തിരുത്താൻ പറ്റുമോ? ഇതൊന്ന് എഴുതി കിട്ടണ്ടേ? ഇനി
അങ്ങനെ തിരുത്തുകയാണെങ്കിലുള്ള അവസ്ഥയാണ്. തിരുത്തുകയാണെങ്കിലുള്ള അവസ്ഥ 2008-ലല്ലാതെ 2007-ലല്ലാതെ 2007 എഴുതി 2008-ലല്ലാതെ 2006 തിരുത്താൻ പറ്റും തിരുത്തുകയാണെങ്കിൽ. പക്ഷെ ഇത് തിരുത്തല്ല. ഇത് അവിടെ നിൽക്ക്. തിരുത്താൻ ആരാ പറഞ്ഞത്? ഇവിടെ ഒരു തിരുത്തും വന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ 2007-ൽ നിന്ന് കൊണ്ടുവന്ന ആ ഉദ്ധരണി അത് നിങ്ങളെപ്പോലെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി. അതാണ് ചോദ്യത്തിൽ തന്നെ ഉണ്ട്. എന്ത്? ചില കുബൂരി അതുപോലെ തന്നെ മടവൂരി ആളുകൾ ഈ വാചകത്തെ ദുർവ്യാഖ്യാനിച്ച് മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഇത് ആദ്യം എഴുതണം, എന്നിട്ട് ഈ മാസിക പുറത്തിറങ്ങണം, എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങണം. അങ്ങനെ തുടങ്ങുമ്പോൾ ഒരാൾക്ക് കത്തെഴുതാൻ തോന്നണം. കത്തെഴുതി കഴിയുമ്പോൾ മറുപടി പറയണം. അപ്പൊ അത്രയും സമയമെടുത്തു. ആ സമയം എത്രേ? അത് 2008 ജനുവരിയാണ്. 2007 ഏപ്രിലാണ് ലേഖനം വന്നത്. അത് ചില ആളുകൾ വളച്ചൊടിക്കാൻ തുടങ്ങി, പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അത് ചോദ്യമായി വന്നപ്പോൾ തന്നെ 2008 ജനുവരിയിൽ മറുപടി പറയുകയും ചെയ്തു. ഇത്രയും വ്യക്തമായ ഒരു കാര്യം, ആ കാര്യം ഇനിയും റഷീദ് കവ്വേരിക്കും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാല് എന്താ ചെയ്യുക? അള്ളാഹു മനുഷ്യന് ബുദ്ധി നൽകിയത് എന്തിനാ? ബോധം നൽകിയത്. റഷീദിനോട് ചോദിക്കണം, അബ്ദുറഹ്മാൻ സലഫിക്ക് അള്ളാഹു ബുദ്ധി നൽകിയത് എന്തിനാ? സ്വാഭാവികമായ സംഭവം എന്നാ മൂപ്പര് പറഞ്ഞേ. 2007 വരണം, അത് ചർച്ചയാകണം, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങണം, പിന്നെ അതിനെപ്പറ്റി കത്ത് എഴുതണം, പണ്ഡിതസഭ കൂടണം, ആലോചിക്കണം, തിരുത്തണം, ജബ്ബാറിന്റെ വീട്ടുമണി എത്ര സമയമെടുക്കും? അപ്പൊ സ്വാഭാവികമായ ഒരു സംഗതി. ഇതൊന്നും മനസ്സിലല്ല, തലയ്ക്ക് വെളിയില്ലേ എന്നാ ചോദിക്കണത്. ആരാ ചോദിക്കണത്? ഇതൊക്കെ അബ്ദുറഹ്മാൻ സലഫിനോടല്ലോ ചോദിക്കാൻ. അയാളപ്പം എന്റെ കുറ്റപത്രത്തിൽ 5-8 മാസം വെച്ച് താമസിപ്പിച്ചോ. അനസ് ആ ഭാഗം വിഴുങ്ങിട്ട് അവിടെ വായിച്ചത് എന്നാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. പിന്നെ CD കിട്ടുന്നില്ലല്ലോ, ഒരൊറ്റ CD വരെ ഇറക്കുന്നില്ല. ഇപ്പൊ ധൈര്യല്ല, CD ഇറക്കാൻ ധൈര്യല്ല. കാരണം ഞങ്ങൾ ക്ലിപ്പിടുമെന്ന് മേടിച്ചിട്ട് ഞങ്ങൾ എല്ലാ പരിപാടിയും CD ഇറക്കുന്നത്. ഞങ്ങൾ വായിക്കോ, ക്ലിപ്പിട്ടോ കാണട്ടെ. ഞങ്ങളുടെ സുതാര്യമാണ്. ഞങ്ങളുടെ ബാത്തിലിന് വേണ്ടി സംസാരിക്കല്ല, ഹക്കിന് വേണ്ടിയാ സംസാരിക്കണേ. സുഹൃത്തുക്കളെ, ഈ ആരോപണം യഥാർത്ഥത്തിൽ ഇപ്പൊ പൊലിപ്പിച്ചത് എന്താ അറിയോ? മടവൂരികൾ നമുക്കെതിരിൽ ഈ ആരോപണം ഉന്നയിച്ച എന്തിനാ? അവരുടെ ഹദീസ് നിഷേധം മറച്ചു വെക്കാനായിരുന്നു. സാക്ഷാൽ ചേകനൂരിശത്തിലേക്ക് മടവൂരികൾ പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾ അന്ന് തന്നെ തെളിയിച്ചതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ടേ നമ്മൾ പറയുന്നതാണ്, മടവൂരിശം ചേകനൂരിശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? പലർന്നവർ ചോദിച്ചു, ഞങ്ങൾക്ക് വ്യതിയാനം തൗഹീദിൽ എന്താ വ്യതിയാനം? ഉമർ സുല്ലമി ജാറത്ത് പോയാൻ തുടങ്ങിയോ? അബ്ദുസ്സലാം സുല്ലമി നേർച്ചക്ക് പോകുന്നുണ്ടോ? ഹുസൈൻ മടവൂർ ഐക്കല്ല് കെട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതൊന്നും ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഉലൂഹിയത്തിലെ തൗഹീദിൽ പ്രത്യക്ഷത്തിൽ നിങ്ങൾ ഇത് ദോഷമൊന്നും കാണുന്നില്ല. പക്ഷെ അസ്മാ സിഫാത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ വ്യാഖ്യാനിക്കാൻ പാടില്ലെന്ന ലോക സലഫി പണ്ഡിതന്മാരുടെ ഐക്യകണ്ഠേനുള്ള നിലപാടിനെതിരിൽ അള്ളാഹുവിന്റെ സിഫത്തുകളെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും രാത്രിയുടെ അവസാന യാമത്തിൽ ഭൂമിയോടടുത്ത ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. തഹജ്ജുദിന്റെ സമയത്ത് 26ഓളം സ്വഹാബികൾ ഉദ്ധരിച്ച മുതവാത്തിറായ ഹദീസ്. ആ ഹദീസിനെ പേരോട് പണ്ടേ കളിയാക്കി. മുജാഹിദീങ്ങൾ അല്ലാ, ഇറങ്ങണല്ലാ, കേറണല്ലാ, ചന്തിള്ളല്ലാ, ഊരള്ളല്ലാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. അല്ലേ? ഓഫീസറെ മാതിരിയാ. ഇങ്ങോട്ട് വരും, രാവിലെ ഇറങ്ങും, പിന്നെ വൈകുന്നേരത്തിന് കേറും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് മാത്രല്ല, ശാസ്ത്രം പഠിച്ച ഒരു കുട്ടി ചോദിച്ചു, അല്ല മൗലവി, ഇത് ഇന്ത്യയിലെ രാത്രിയാണോ അമേരിക്കയിലെ രാത്രിയാണോ? അപ്പൊ വഹാബി മൗലവി ഉത്തരം മുട്ടി. ഒരു കുട്ടിയും ചോദിച്ചില്ല, അയാളെന്നെ ഒക്കെ മുസ്ലിയാരനെയാണ്. മുസ്ലിയാർക്ക് ഇന്ത്യയിൽ ഒരു ടൈം, അമേരിക്കയിൽ വേറെ ടൈം, ആഫ്രിക്കയിൽ വേറെ ടൈം, ആസ്ട്രേലിയയിൽ വേറെ ടൈം. അപ്പൊ അല്ല ഇവിടെ ഇറങ്ങി അപ്പുറത്തിറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേന് പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ടാവുമല്ലോ. ഇതാണ് ഈ ജാതി അഖലാനി ചോദ്യം. വാഴക്കാട് വെച്ച് അബ്ദുറഹ്മാൻ സലഫി മറുപടി പറഞ്ഞ ചോദ്യ. പക്ഷെ ഇപ്പൊ അബ്ദുസ്സലാം സുല്ലമി ശബാബിലത് എഴുതി. എല്ലാം ഒരേ സമയത്ത് എങ്ങനെ സാധിക്കുക? അള്ളാഹു 7ാം ആകാശത്തിന് മീതെ അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ പറയാ. അർശിൽ ഇസ്തിവാ ചെയ്ത അള്ളാഹു അതേ സമയം ഇവിടെ ഇറങ്ങുകയും ചെയ്യാ. രണ്ടും കൂടി എങ്ങനെ നടക്കാൻ? അപ്പൊ ഇവന്റെ മാതിരിയാ, ഒരു മനുഷ്യന്റെ മാതിരിയാണ് ഇവർ അള്ളാഹിനെ സങ്കല്പിച്ചുള്ളൂ. മുസ്ലിയാക്കന്മാർക്കോ പറ്റിയതാണല്ലോ. അള്ളാഹിന്റെ 2 കൈയും വലത്താണ്. നോക്കിയാൽ നിങ്ങൾ ഇവിടുന്ന് ഒരു കയ്യും കൂടി ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? ഒരു സക്കാഫി ചോദിച്ചതാ. അത് മാതിരി മുസ്ലിയാക്കന്മാര് പോലെ സുല്ലമിയായി. അള്ളാഹ്ക്ക് സമയമുണ്ടോ? ഇന്നലെ, ഇന്ന്, നാളെ, മറ്റന്നാള് 2:30 മണി 3:30 മണി ഒക്കെ നമുക്കല്ലേ? ഈ സൂര്യന്റെ ഉദയാസ്തമനങ്ങൾക്കിടയിൽ ബന്ധിച്ചു കിടക്കുന്ന ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്കുള്ള രാവും പകലും സമയമൊക്കെ നമ്മൾ അന്തരീക്ഷം വിട്ട് സ്പേസിലേക്ക് പോയാൽ വാച്ച് ബാക്കോട്ടൊക്കെ ഇറങ്ങുക. അപ്പൊ അതുപോലും ചിന്തിക്കാതെ, അള്ളാഹു സമയങ്ങൾക്ക് അതീതനാണെന്ന തത്വം പോലും ചിന്തിക്കാതെയാണ് മറുപടി പറഞ്ഞത്. അതേ വാദം അബ്ദുസ്സലാം സുല്ലമി എവിടെ എഴുതി? ഈ ശബാബിൽ എഴുതി.
എന്ന് മാത്രമല്ല, അശ്അരികളുടെ വാദമാണ് വിശ്വാസ കാര്യങ്ങൾക്ക് മുതവാത്തിറായ ഹദീസോ അല്ലെങ്കിൽ ഖുർആനോ വേണം. ഹദീസുകളിൽ 90% ഖബറാഹദാ, മുതവാത്തിർ അല്ലാത്തതാ. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ അനേകം പരമ്പരകളിലൂടെ വന്ന് അനിശ്ചയമായി വന്നതാ. അഹ്ലുസുന്നത്തിന്റെ നിലപാട്, സലഫികളുടെ നിലപാട്, സഹീഹായ ഹദീസ് അത് മുതവാത്തിർ അല്ലെങ്കിലും വിശ്വാസ കാര്യങ്ങൾക്ക് അത് മദീനാണ്. എന്ന മടവൂരികൾ ഒരുപാട് സ്ഥലത്ത് എഴുതി, ശബാബിൽ എഴുതി, ഇസ്ലാം വാല്യത്തിൽ എഴുതി, ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതി. എറണാകുളം സമ്മേളനത്തിൽ ഞാനതിന് മറുപടി എഴുതിയിരുന്നു. സമ്മേളന സോവനീറിൽ മൻഹജ് നിഷേധികളുടെ പുതിയ ഹദീസ് നിഷേധം മാത്രമല്ല, ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള, അബൂ ഉസാമ സലീമുൽ ഹിലാലിയെ പോലെയുള്ള പലരും ഖബർ അഹാദിന്റെ ഹുജ്ജിയത്തും അത് അഖീദക്ക് തെളിവാണെന്നും വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഖബർ അഹാദ് ഹുജ്ജത്തുൻ ബിനഫ്സിഹി ഫിൽ അഖായിദ് വൽ അഹ്കാം എന്ന ഷെയ്ഖ് നാസിർ ജൽബാന്റെ പുസ്തകം വളരെ പ്രസിദ്ധമാണ്. അതിൽ 40ഓളം വിഷയങ്ങൾ അദ്ദേഹം എടുത്തു കൊടുക്കുന്നുണ്ട്. ഖബർ അഹാദ് കൊണ്ട് മാത്രം സ്ഥിരപ്പെടുന്ന വിശ്വാസ കാര്യങ്ങൾ. അപ്പൊ കർമ്മകാര്യങ്ങൾക്ക് നിസ്കാരം, നോമ്പ്, അതിനൊക്കെ ഖബർ അഹാദ് മതി, വിശ്വാസത്തിന് അഖീദക്ക് പറ്റൂല. ആ അശ്അരി വാദത്തെ സലഫികൾ എല്ലാവരും ഖണ്ഡിച്ചിട്ടുണ്ട്. ആ അശ്അരി വാദമാണ് മടവൂരികൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖബർ ശിക്ഷ, അതുപോലെ തന്നെ ഖബറിലുള്ള ചോദ്യം, അതുപോലെ ചന്ദ്രൻ പിളർന്ന സംഭവം, ഹജറുൽ അസ്വദിന്റെ പ്രാധാന്യം, സംസം വെള്ളത്തിന്റെ പ്രാധാന്യം, ഇതൊക്കെ അവർ നിഷേധിച്ചു. ദജ്ജാലിനെ നിഷേധിച്ചു. അവസാന കാലത്ത് തന്നെ ദജ്ജാലിനെ, അത് അവസാന കാലത്ത് സത്യം അസത്യം കൂട്ടിക്കെട്ട വ്യക്തികളും പ്രസ്ഥാനങ്ങളും അവർക്ക് ഒന്നിച്ചു പറയുന്ന പേരാണ് എന്ന് പറഞ്ഞു. ഇസ്രായും മിഅ്റാജും സ്വപ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ ശുദ്ധ മുഅ്തസിലത്ത് ഇവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾ ആലോചിച്ച്, ഇപ്പൊ അമീറോട് പള്ളിയിലൊക്കെ ഇഞ്ഞി മടവൂരിയുടെ ഖുത്ബ പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? ശരിയായ കുഫ്ർ അവിടെ പ്രസംഗിക്കാൻ തുടങ്ങും. ഈ അടുത്ത് ചേകനൂർ അകവും പുറവും എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ മുജീബുർ റഹ്മാൻ കിനാലൂർ എന്ന ISMന്റെ സംസ്ഥാന സെക്രട്ടറി, മടവൂരി ISMന്റെ സംസ്ഥാന സെക്രട്ടറി എന്താ എഴുതിയറിയോ? നവോത്ഥാന ആശയക്കാരായ പലരും മുമ്പ് തന്നെ പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ പരമ്പരയിൽ ഒരു കണ്ണിയാണ് വാസ്തവത്തിൽ ചേകനൂർ മൗലവിയും. ഇങ്ങനെയുണ്ട്. നവോത്ഥാന നായകനാണ് ആര്? ചേകനൂർ. ശുദ്ധ കുഫറാണ്. അയാൾ കാഫിറായി പോയി എന്ന് എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് പറയുന്നതാ. ഹദീസിനെ തള്ളി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ല, ഒരൊറ്റ ഹദീസിന്റെ കഷ്ണം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാ. അയാളെ നവോത്ഥാന നായകനും പരിഷ്കർത്താവായി. അതേ പുസ്തകത്തിൽ പറയുന്നത് കേട്ടോളൂ. കേരള മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഈ ലഘു ആമുഖം ചേകനൂർ മൗലവി ഒരു പരിഷ്കർത്താവ് എന്ന നിലയിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അനിവാര്യമാണ്. മൂപ്പര് മുജദ്ദിദാണ്, പരിഷ്കർത്താവാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ പോലുള്ള ഒരു പരിഷ്കർത്താവാണ് ചേകനൂർ എന്ന് പച്ചക്ക് എഴുതി വിട്ടിരിക്കുകയാണ് മടവൂരികൾ. ആ മടവൂരിസവുമായിട്ടാണ് അബ്ദുറഹ്മാൻ സലഫി കൂട്ടരൂപോ കൈകോർക്കാൻ പോകുന്നത്. ഞങ്ങൾ അതൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞങ്ങളിത് ഇന്ന് ഉള്ളിൽ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. നിങ്ങൾ എവിടേക്കായി ആളുകളെ കൊണ്ടുപോകണമെന്നറിയാം. അത് തിരിച്ചറിഞ്ഞവരാണ് മുജാഹിദുകൾ. ഇപ്പൊ താടിയെ പരിഹസിക്കാം, മടവൂരികൾ തന്നെ താടിക്കാര്. ഇപ്പൊ അൽമനാറിലും വരാൻ തുടങ്ങി. KC നിഅമത്തുല്ലാഹി ഫാറൂഖിയുടെ പ്രസംഗം നോക്കൂ നിങ്ങൾ.